നമസ്കാരം. തെരഞ്ഞെടുപ്പിന് പിന്നാലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള വർധനയിൽ ഉടൻ തീരുമാനമായിരിക്കും. കുടിശ്ശികയെ വേഗത്തിൽ നികത്തുമെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ശമ്പള കമ്മീഷൻ നിയമനവും ശുപാർശയും നടപ്പാക്കലും അനന്തമായി നീളുന്ന സാഹചര്യത്തിൽ കമ്മീഷന് പകരം ശമ്പള കമ്മിറ്റിയാകും ചുമതലപ്പെടുത്തുക. ധന അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സമിതിയാകും തീരുമാനമെടുക്കാൻ പോകുന്നത്. കമ്മിറ്റിയെ നിയോഗിക്കുന്ന കാര്യം ധനവകുപ്പ് നേരത്തെ തന്നെ ഒരു തീരുമാനമെടുത്തിരുന്നുവെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലത്തിന്റെ സാഹചര്യത്തിൽ പ്രഖ്യാപനം വൈകില്ല എന്നാണ് ഇപ്പോഴുള്ള ഒരു ഉറപ്പ്. 2019 ഒക്ടോബറിലാണ് 11ാം ശമ്പള കമ്മീഷനെ ഒന്നാം പിണറായി സർക്കാർ നിയമിച്ചത്. 2019 ജൂലൈ മുതൽ മുൻകാല പ്രാബല്യത്തോടെ പുതുക്കിയ ശമ്പളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് 2021 മാർച്ച് മുതലാണ് വിതരണം ചെയ്തത്. 2024 ജൂലൈ മുതൽ 12ാം ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിൽ ആകേണ്ടതാണെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി കാരണം തീരുമാനം സർക്കാർ നീട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. കഴിഞ്ഞ പരിഷ്കാരത്തിന്റെ കുടിശ്ശിക 4 ഘടുക്കളായി വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചതെങ്കിലും ഇനിയും 2 ഗഡുക്കൾ നൽകാൻ ബാക്കിയാണ് ഉള്ളത്. കുടിശ്ശികയടക്കം 28% ക്ഷാമബന്ധ അതിന്റെ DA അത് അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിച്ച ശേഷം അതിന്റെ 10% തുക വർദ്ധിപ്പിച്ചു. ഇതിനായി അടിസ്ഥാന ശമ്പളം 1.38 പുതിയ അടിസ്ഥാന ശമ്പളം എന്ന ഒരു ഫോർമുല ഉണ്ടാക്കി. ഇതിന് സമാനമായ ഫോർമുല വെച്ച് ശമ്പള പരിഷ്കരണം നടപ്പാക്കാമെന്നതിനാലാണ് ഇക്കുറി കമ്മീഷനെ നിയമിക്കേണ്ടതെന്നും അതായത് സർക്കാർ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ കമ്മീഷനെ ഇക്കുറി നിയമിക്കേണ്ട എന്നൊരു തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടത്. അലവൻസുകളിലും വർധനവ് പ്രതീക്ഷിക്കാം. ഇപ്പോൾ കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 23,000 രൂപയും കൂടിയ ശമ്പളം 1,66,800 രൂപയുമാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ സർക്കാർ ജീവനക്കാർക്ക് ഈ വർദ്ധിച്ച ശമ്പളത്തിന്റെ 2 ഗഡുക്കൾ ഇനി കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ രീതിയിൽ തന്നെ സർക്കാരിന്റെ നേരെ തിരിഞ്ഞു കൊത്തി എന്ന് തന്നെ സംസ്ഥാന സർക്കാരിന് മനസ്സിലായി. അതായത് സർക്കാർ ജീവനക്കാരെ പണക്കിപ്പിച്ചുകൊണ്ട് അവർക്ക് ശമ്പളമോ ആനുകൂല്യങ്ങളോ പെൻഷനോ കൊടുക്കാതെ ഒരു തെരഞ്ഞെടുപ്പിന് ഇറങ്ങിക്കഴിഞ്ഞാൽ സർക്കാർ ജീവനക്കാരെ കൃത്യമായി തന്നെ തിരിച്ചടിക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ സർക്കാരിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ സർക്കാർ ജീവനക്കാരെ മൊത്തത്തിലൊന്ന് സുഖിപ്പിച്ച് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് ശമ്പള വർധനവും DAയും അലവൻസും ഇനി എന്തൊക്കെയാണോ മുടങ്ങിക്കിടപ്പുള്ളത് അതെല്ലാം കൊടുത്ത് അവരെ ഒന്ന് സന്തോഷപ്പെടുത്തി തൃപ്തിപ്പെടുത്തിയെങ്കിലും 3ാം പിണറായി അധികാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം, അതായത് 3ാം പിണറായി സർക്കാർ വരാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പിണറായി വിജയൻ കാണുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ.